ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഇന്ന് ജൂൺ 12. ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? ഈ ചിത്രം നോക്കിക്കേ, എന്തെങ്കിലും ഒരു ക്ലൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതെ, ഇനി ഇതേ ഒരു ദിവസം അല്ലെങ്കിൽ ജൂൺ 12 ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോക ബാലവേല വിരുദ്ധ ദിനം. എന്താണ് ബാലവേല എന്ന് പറഞ്ഞാല്? നാം പഠിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മളെ എല്ലാവരെയും പഠിക്കാൻ നമ്മളെ അമ്മമാരും നമ്മുടെ പാരൻസ് എല്ലാവരും എന്താവുന്നുണ്ട്, വിടുന്നുണ്ട്. പക്ഷേ ഇന്ന് പല കുട്ടികൾക്കും ഈ ഒരു അവസരം കിട്ടാതെ അവരുടെ ആ ഒരു പഠനം എന്നുള്ള ആ ഒരു മേഖല അവിടെ നിർത്തിവെച്ച് അവർ പല ജോലിക്കും പോകുന്നവരാണ്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, അവരുടെ പട്ടിണിയും പരിതാപവുമാണ്. അപ്പോൾ നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ പാരൻസ് നമ്മോട് പറയുന്നത് എന്താ മക്കളെ പറയാറ്? നീ ഒന്ന് പഠിച്ചാൽ മതി, നീ വേറെ പണിയൊന്നും ചെയ്യണ്ട, അറ്റ്ലീസ്റ്റ് വീട്ടില് അമ്മയെ സഹായിക്കുക അല്ലെങ്കിൽ അച്ഛനെ സഹായിക്കുക, അങ്ങനെ പോലും ചെയ്യണ്ട, നീ ഒന്ന് പോയി പഠിക്ക്, നീ നല്ല രീതിയിൽ ഒന്ന് പഠിക്ക് എന്ന് പറയുന്നവരായിരിക്കും അല്ലെ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നെങ്കിലും, എൻ്റെ മനസ്സിലൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഉമ്മയെ കാണുമ്പോൾ ഉമ്മമാർക്കൊക്കെ എന്ത് സുഖം, വീട്ടിൽ ഇങ്ങനെ നിന്നാൽ മതിയല്ലോ, എൻ്റെ ഉമ്മ ഹൗസ് വൈഫാണ്, വീട്ടിൽ ഇങ്ങനെ നിന്നാൽ മതിയല്ലോ, പഠിക്കൊന്നും വേണ്ടല്ലോ, സ്കൂളിലൊന്നും പോവണ്ടല്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇന്ന് ഈ ഒരു നിലയിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു കഷ്ടപ്പാട് എത്രയാണെന്ന്. ഒരു തരി അല്ലെങ്കിൽ പഠിക്കാൻ വിടാതെ പഠനം എന്നുള്ള ആ ഒരു മേഖലകളിലേക്ക് പറഞ്ഞയക്കാതെ നമ്മളെ അവിടെ പിടിച്ചു നിർത്തുകയാണെങ്കിൽ ഇന്ന് ഒന്നുമല്ലാതെ അവിടെ ഉണ്ടാവും അല്ലേടാ. അങ്ങനെയായിരിക്കും നിങ്ങളും ചിന്തിക്കേണ്ടത്. അതായത് പഠിക്കാൻ വിടുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് പഠിക്കുക. നാം ചിന്തിക്കേണ്ടത്, ഒരുപാട് പേര് ഇപ്പോഴും പഠനത്തിന് അവസരമില്ലാതെ പല ജോലികൾക്കും പോകുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാവുക, ഓക്കെ അവർക്കൊക്കെ പൈസ കിട്ടുന്നുണ്ടല്ലോ, നമുക്കിപ്പോഴും ഒരു പൈസയുടെ ചിന്തയായിരിക്കില്ലേ, പൈസ കിട്ടിയാൽ മതി എന്നുള്ളതായിരിക്കും. പക്ഷെ അതല്ല, നമ്മൾ ഏതൊരു പണിയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു സമയത്ത് നമുക്ക് പഠനം കിട്ടാതെ നമ്മൾ പണിയെടുത്ത് നമുക്ക് പൈസ കിട്ടും, ശരിയാണ്. പക്ഷെ ആ ഒരു പൈസ എന്ന് പറഞ്ഞത് വളരെ നമുക്ക് ഒരു മൂല്യമില്ലാത്ത പൈസ. ബിക്കോസ് നമുക്ക് പഠനവും എഡ്യൂക്കേഷനും ആ ഒരു പ്രോപ്പർ ടൈമിൽ വേണ്ട എഡ്യൂക്കേഷൻ കിട്ടാതെയുള്ള ഒരു പഠനമാണ് അല്ലെങ്കിൽ ഒരു പണിയാണ് നമുക്കുള്ളത്. നമ്മൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുസ്തകത്തിലുള്ള പഠനം മാത്രമല്ല, നമ്മുടെ പുറം ലോകങ്ങളും നമ്മുടെ കൾച്ചറും നമ്മളുടെ കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റവും ബിഹേവിയർ, നമ്മുടെ സ്വഭാവ രൂപീകരണം, അവയെല്ലാം നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷനിൽ നിന്ന് പഠിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞത് ഒരു മിനിയേച്ചർ സൊസൈറ്റിയാണ്. നിങ്ങൾക്കറിയാം, സ്കൂളിൽ ഒരുപാട് പേരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ കൾച്ചറും അവരുടെ ആക്ഷൻസും പെരുമാറ്റവും ബിഹേവിയറും ഒക്കെ നമ്മൾ അല്ലെ, ബിഹേവിയറും പെരുമാറ്റം ഒന്നാണ്. അപ്പോൾ അവരെന്താവുന്നുണ്ട്, നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ അവിടെ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനൊക്കെ ഭയങ്കരമായിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സ്കൂളിനുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരു പൈസയെ കുറിച്ചോ അല്ലെങ്കിൽ പഠനം നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോയാലോ എന്നൊന്നും ചിന്തിക്കാതെ നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റെപ്പ് ടു സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുക. അതുപോലെ സ്കൂളുകളിലേക്കും ക്ലാസ്സുകളിലേക്കും ഒക്കെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, നിങ്ങൾക്ക് പണം നേടാനുള്ളതല്ല. ഈ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞത്, ചൈൽഡ്ഹുഡ് ഈസ് ദ ടൈം ഫോർ ലേണിംഗ്, നോട്ട് ഫോർ ഏർണിംഗ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് മിസ് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഒരുപാട് നിങ്ങൾ ചിത്രത്തിലൊക്കെ കാണാറുണ്ടല്ലേ, ഒരുപാട് പേർക്ക് അവർക്ക് ആ ഒരു ഇതിനുള്ള ആ ഒരു പഠനത്തിനുള്ള അവകാശമില്ലാതായി പോവുകയാണ് അവര്. അപ്പൊ ഇത്തരം കുട്ടികളെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പഠനത്തിൽ മുന്നേറുക. ഓക്കെ, ബൈ.